ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷ ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് വരുന്നതും വർഷയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. പിന്നീട് ശ്രീകാന്തിനെ ഇഷ്ടമാണെന്ന് പറയാതെ പറയുന്നുണ്ട് വർഷ. അതിനുശേഷം സച്ചി ട്രിപ്പൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്താണ്. ഇതേ സമയം അച്ചമ്മ സച്ചിയുടെയും രേവതിയുടെയും മുറിയിലേക്ക് വന്നിട്ട് സുധിക്ക് നടത്തിയതുപോലെ മോതിരം എടുക്കുന്ന ചടങ്ങും പപ്പടം ഉടയ്ക്കുന്ന ചടങ്ങും ഒക്കെ നിങ്ങൾക്കും ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തിനാ അച്ഛമ്മ അതൊക്കെ എന്ന് സച്ചി ചോദിക്കുന്നതും അതൊക്കെ ചെയ്യുന്നത് കണ്ട് എനിക്കും അത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വേഗം തന്നെ ഒരു കുടത്തിൽ വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം അച്ചമ്മയാണെങ്കിൽ കുറെ പപ്പടമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി ഉറങ്ങിയത് നന്നായി, അല്ലെങ്കിൽ അവളെ എന്തെങ്കിലും പറഞ്ഞ് ഈ ഒരു ചടങ്ങ് മുടക്കാൻ നോക്കിയേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മയും. ശേഷം അച്ചമ്മ മോതിരം മഞ്ഞൾ വെള്ളത്തിൽ ഇടുന്നുണ്ട്. സച്ചിയും രേവതിയാണെങ്കിൽ ആ കുടത്തിൽ കൈയിട്ട് മോതിരം കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അല്പസമയത്തിനകം സച്ചി കുടത്തിൽ നിന്ന് മോതിരം തപ്പിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ചു പറയുന്നതും എന്താ രേവതി ഇത്, എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ. ഇവൾക്ക് എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എന്ന് സച്ചി മറുപടി കൊടുക്കുമ്പോൾ എടാ രേവതി വിട്ടു വന്നതുകൊണ്ടാണ് നിനക്ക് ആ മോതിരം എടുക്കാൻ പറ്റിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മയും. ഞാൻ ആ മോതിരം ആദ്യം എടുത്തത് ഇദ്ദേഹം എന്റെ കയ്യിൽ നുള്ളിയിട്ട് അത് തട്ടിയെടുത്തതാണ് എന്നൊക്കെ പരിഭവം പറയുന്നുണ്ട് കേട്ടോ രേവതിയും. എങ്ങനെയായാലും മോതിരം എടുത്തത് ഞാനല്ലേ, അപ്പൊ ഞാനാ ജയിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. അങ്ങനെ രേവതിയോട് ആ ഒരു കുസൃതി ഒപ്പിച്ച് മോതിരം കൈക്കലാക്കുന്നുണ്ട് സച്ചി. ആദ്യം രേവതിയുടെ കയ്യിലാണ് മോതിരം കിട്ടിയത്. നീ രേവതിയുടെ കയ്യിൽ ആ മോതിരം കൊടുക്കുക, അവളാണ് ആ മോതിരം എടുത്തത് എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചതൊക്കെ വെറുതെ ആയി അല്ലേ, ഇത് അച്ഛമ്മയുടെ മോതിരമല്ലേ, ഇതെനിക്ക് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. നീ ജയിച്ചാലും ഇത് അവൾക്ക് ഇട്ടുകൊടുത്തേക്ക് എന്ന് അച്ഛൻ പറയുമ്പോൾ സച്ചിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ആ മോതിരം രേവതിയുടെ വിരലിൽ അടിയിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഇതേ സമയം പ്രണയപൂർവ്വം സച്ചിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ. തുടർന്ന് സച്ചി പപ്പടമൊക്കെ എടുത്ത് രേവതിയുടെ തലയിൽ വെച്ച് പൊട്ടിക്കുന്നുണ്ട്. തുടർന്ന് തിരിച്ച് രേവതിയും സച്ചിയുടെ തലയിൽ പപ്പടം വെച്ച് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു പരസ്പരമുള്ള സ്നേഹമൊക്കെ കണ്ട് അച്ഛമ്മയും അച്ഛനും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്